നേപ്പാളിൽ ഉണ്ടായ ദുരന്തം, അതായത് നമ്മുടെ തൊട്ടയൽ രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയുടെ ഭാഗം പോലെയാണ് നേപ്പാൾ, ആ രീതിയിലാണ്. കാരണം നമുക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിസ ഒന്നും വേണ്ട നേപ്പാളിലേക്ക് പോകാനായിട്ട്. ഒരുപാട് നമ്മുടെ രാജ്യക്കാർ, മലയാളികൾ പ്രത്യേകിച്ചും വിസിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ നേപ്പാൾ. അവിടെ വളരെ കാണാൻ പ്രകൃതി രമണീയമായ ഒരു രാജ്യമാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ, നല്ല 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 കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. പിന്നെ അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവാണ്. അവിടെ നമ്മുടെ കമ്മോഡിറ്റീസൊക്കെ വിലക്കുറവാണ്, പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. അതിനൊന്നും വലിയ നിയന്ത്രണങ്ങളോ ഒന്നും തന്നില്ല. പിന്നെ പെട്രോള് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് പെട്രോളിൻ്റെ പകുതി വില എങ്ങാണ്ടേ ഉള്ളൂ. ഏതാണ്ട് ഒരു ലിറ്ററിന് 40 രൂപ എങ്ങാണ്ട് കുറവാണ് അവിടെ വില. ആ രീതിയിലുണ്ട്. അങ്ങനെ പലരും അങ്ങനെ പെട്രോളൊക്കെ വാങ്ങിച്ച് ബീഹാറുകാരൊക്കെ പോയി വാങ്ങിക്കാറുണ്ട്. കാരണം ബീഹാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഈ നേപ്പാൾ. അപ്പം നേപ്പാളിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കാത്ത വിധത്തിലുള്ള ഒരു ദുരന്തമാണ്. ഇങ്ങനെയുള്ള ഇത്രത്തോളം സംഹാര താണ്ഡവം ആടുന്ന ഒരു പ്രകൃതിയെ നമ്മൾ കണ്ടിട്ടില്ല. ഉരുൾപൊട്ടലിൻ്റെ പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉരുൾപൊട്ടലിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കാണുന്നതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ നേപ്പാളിൽ സംഭവിച്ചത്. നേപ്പാൾ ഒരു നല്ലൊരു ഭാഗം മുഴുവൻ വാഷ് ഔട്ടായിപ്പോയി എന്നുള്ളതാണ്. 6 ഗ്രാമങ്ങളാണ് ഒന്നിച്ച് ഒലിച്ചു പോയേക്കുന്നത്. എത്ര വലിയ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ധാരാളം ഉള്ളത് ആണ്. അതിങ്ങനെ അങ്ങോട്ട് വെള്ളവും മണ്ണും എല്ലാം കൂടെ കുത്തിപ്പാഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിനകത്ത്, അതും എത്ര ഒരു 5 നില 6 നില ഉയരത്തിലാണ് ഈ സാധനം ഒഴിവ് വരുന്നത്. വന്നിട്ട് ഇത് ഇടിച്ച് പറിച്ച് നശിപ്പിച്ച് കളയുന്ന നമ്മൾ കണ്ടു. എത്ര ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്, എത്ര പേരധികം മരണപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കണക്കില്ല. കാരണം ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അതാണ് സംഭവം. ഡെഡ് ബോഡി കിട്ടുന്നതല്ല പ്രശ്നം, കാണാതായിട്ടുണ്ട് ആളുകളെ, അതാണ് കാര്യം. അതേ അവിടുത്തെ വളരെ ഒരു പ്രശസ്തമായ നദിയാണ് കോസ്കി നദി. അത് നമ്മൾ വായിക്കുമ്പോൾ കോശി എന്ന് വായിക്കും, പക്ഷെ അങ്ങനെ കോസ്കി എന്ന് പറയുന്ന നദിയാണ് ആ റിവർ. ഈ കോസ്കി നദി എന്ന് പറയുന്നത് വളരെ അവിടുത്തെ വലിയൊരു നദിയാണ്, ഒരുപാട് നീളമുള്ള നദിയാണ്. പക്ഷെ അതിന് വലിയ വീതിയൊന്നുമില്ല. വീതി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനകത്തൂടെ പോകേണ്ട വെള്ളം കണ്ടെയ്ൻ ചെയ്യത്തക്കവണ്ണം അത് ഈ വെള്ളം ആയിരുന്നു യഥാർത്ഥത്തിൽ. അത് നമ്മുടെ ബീഹാറിൽ കയറി വരുന്നുണ്ട് ഈ നദി. അതുകൊണ്ടാണ് ബീഹാറിലൊക്കെ ഇപ്പോൾ വളരെ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് മലയുണ്ടല്ലോ, അങ്ങ് ഇടിഞ്ഞിട്ട് ഐസ് മല മൊത്തം കൂടി ഇടിഞ്ഞ് മണ്ണും എല്ലാം കൂടെ ചേർന്ന് അത് അന്നേരം അങ്ങ് വെള്ളമാവുകയാണ്. വെള്ളമായിട്ട് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അളവിലാണ് അത് കുത്തി ഒലിച്ച് ഇങ്ങോട്ട് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരകളും തകർത്തുകൊണ്ടാണ്. കാരണം വെള്ളം അതിലങ്ങ് കൊള്ളുന്നതല്ല. പാലങ്ങൾ മുഴുവൻ, എല്ലാ പാലങ്ങളും തകർന്നു. അതുപോലെ ഫ്ലൈ ഓവറുകൾ മൊത്തം ഒന്നായിട്ടങ്ങ് ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അത്രയും ഫോഴ്സിലാണ് ഇതിങ്ങോട്ട് വരുന്നത്. ഇതിനെ തടഞ്ഞു നിർത്താനോ ഇതിനെ നിയന്ത്രിക്കാനോ ഒന്നും ഒരു രക്ഷയില്ല. ഏതാണ്ട് 16 ഡാമുകൾ അവിടെ തകർന്നതായിട്ട് നമ്മൾ ഇവിടെ ഒരു മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ഉണ്ടാകാം എന്നുള്ള ആ ദുരന്തം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന നമ്മളെടുത്ത് അതിന് വിഷമിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ഈ 16 ഡാം തകർന്നെന്ന് പറഞ്ഞാൽ ആ ഡാമിലെ വെള്ളം ഇതൊക്കെ എവിടെ പോകും? ഇതെല്ലാം ഈ വെള്ളപ്പൊക്കമായിട്ട് കുത്തി ഒലിച്ചിങ്ങി പോവുകയാണ്. അപ്പോൾ എത്രായിരം ആളുകളാണ് ഇതുമൂലം കഷ്ടപ്പെട്ടേക്കുന്നത്. എന്തുമാത്രം നഷ്ടമാണ് ആ രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുന്നതിനും കണക്ക് കൂട്ടാൻ പറ്റുന്നതിലുമൊക്കെ അതിലുമൊക്കെ അപ്പുറമുള്ള നഷ്ടമാണ് ആ രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. ഏതായാലും ആ രാജ്യത്തിനെ അകമഴിഞ്ഞ് സഹായിക്കാനായിട്ടൊക്കെ നമ്മുടെ ഇന്ത്യ തയ്യാറായിട്ടുണ്ട്. വലിയ കാര്യമാണ്, തയ്യാറാകണം. കാരണം ഇത്രയും വലിയൊരു ദുരന്തം ഒരു രാജ്യത്തിനെ വിഴുങ്ങുന്ന ഒരു ദുരന്തം ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. നമ്മളൊക്കെ ഇവിടെ നമ്മുടെ ഒരു ജില്ല തന്നെ 2 ഗ്രാമങ്ങളൊക്കെ ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഉള്ള ഒരു ഭൂപ്രദേശം മുഴുവൻ, പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നേപ്പാളിൻ്റെ 1/3 3/1 ഭാഗം മുഴുവൻ നാശമായി പോയേക്കാണ്. ആളുകളുണ്ടല്ലോ ജീവന് വേണ്ടിയുള്ള മരണപ്പാച്ചിലാണ് നടത്തുന്നത്, ഓടുന്നത്. കാരണം ഇതിങ്ങനെ പാഞ്ഞു വരുന്ന അറിയാം, എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. കെട്ടിടങ്ങളിലേക്ക് കയറാൻ പറ്റുമോ? ആ കെട്ടിടങ്ങളിലൊക്കെ ആരും ഇല്ലാതിരിക്കുമോ?
ഇതാരും മുൻകൂട്ടി കണ്ടതല്ലല്ലോ. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. ഇതാരും മുൻകൂട്ടി കണ്ടതല്ല. അപ്പോൾ ഇങ്ങനൊരു ഒരു 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 കലാമിറ്റി, ഒരു കാറ്റസ്ട്രോഫി ഇത് എപ്പോൾ വേണമെങ്കിലും എവിടെ ഉണ്ടാവാം. നമുക്കൊക്കെ ഇതൊക്കെ നമ്മളൊരിടത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ നമ്മൾ ഭൂമി കുലുക്കം കാണുന്നു. ഇത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റുമോ? ഇല്ല. പ്രകൃതിയുടെ ഒരു 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 വിളയാട്ടമാണത്. ഭൂമി കുലുക്കണമെന്ന് തോന്നിയാൽ ഭൂമി കുലുങ്ങും. അതാണ് പ്രശ്നം. ഞാൻ പോയി ഭയപ്പെട്ടേക്കുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, ഇന്തോനേഷ്യ. അവിടെ ചെന്നപ്പോൾ ജക്കാർത്തയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഹോട്ടൽ റൂം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ മേശപ്പുറത്ത് ഹോട്ടലിൽ അതെ ആ റൂമിൽ നല്ല 5 സ്റ്റാർ ഹോട്ടലാണ്, വളരെ നല്ല റൂം, നല്ല ബെസ്റ്റായിട്ടുള്ള റൂം. പക്ഷേ ആ മേശപ്പുറത്ത് എഴുതി വെച്ചിരുന്ന ഒരു 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 എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു വലിയ പേപ്പറിൽ അടിച്ചിങ്ങനെ വെച്ചേക്കാണ്. അത് കണ്ട ഗ്ലാസ്സിനടിയിൽ അത് കണ്ട് ഞാനത് വായിച്ച് ഞാൻ പേടിച്ചു പോയി. കാരണം ഭൂമി കുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ മേശയുടെ അടിയിൽ കയറി കേൾക്കണം, അല്ലെങ്കിൽ കട്ടിലിനടിയിൽ കയറിക്കൊള്ളണം. ഇതാണ് എഴുതി വെക്കുന്നത്. അപ്പം കട്ടിലിനടിയിൽ കയറാൻ പറ്റുന്ന വിധത്തിലുള്ള കട്ടിലല്ല, നല്ല വലിയ കട്ടിൽ. പക്ഷേ ഈ മേശ വലിയ മേശയാണ്, അതിൻ്റെ അടിയിൽ കയറാൻ സ്ഥലമുണ്ട്. അതിൽ കയറിക്കൊണ്ടെന്നാണ് അത് എഴുതിയേക്കുന്നത്. അത് കണ്ട് പേടിച്ചു പോയി. ഭൂമി കുലുക്കം ആരും പറഞ്ഞുകൊണ്ട് വരുന്നതല്ലല്ലോ, എപ്പോഴാണെന്ന് അറിയത്തില്ല. അവിടെ പ്രോണാണ് ഭൂമി കുലുക്കത്തിന്. കാരണം എപ്പോഴും ജപ്പാനും അതുപോലെ തന്നെ ഇന്തോനേഷ്യയും ഏത് സമയവും, അതുപോലെ തന്നെ ഉണ്ട് ഫിലിപ്പൈൻസ് തുടങ്ങിയ ഈ രാജ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഏത് സമയവും ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകാവുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഇത് തടയാൻ ഒരു മെക്കാനിസം ഇല്ല. തടയാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ജപ്പാൻകാരൊക്കെ എന്നേ അത് ചെയ്തേനെ. അവരതിന് മിടുക്കരാണ് എന്ത് കാര്യത്തിനും. പക്ഷേ ഒരു മാർഗവുമില്ല. എപ്പോഴാണ് ഇതുണ്ടാകുന്നതെന്ന് അറിയില്ല. ആയിരക്കണക്കിന് ജീവനുകളാണ് ഈ ഭൂമി കുലുക്കങ്ങളിൽ പൊലിഞ്ഞിട്ടുള്ളത്. അംഗഭംഗം വന്നേക്കുന്ന എത്ര ആളുകൾ, നഷ്ടം ഉണ്ടായേക്കുന്നത് എത്ര കോടിയുടെ നഷ്ടമാണ് ഉണ്ടായേക്കുന്നത്. അത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ഈ മിന്നൽ പ്രളയം. ഇതാർക്കും മുൻകൂട്ടി കാണാൻ നോക്കുന്നില്ല ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവുമെന്ന്. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു മലയിലെ ഐസ് മുഴുവൻ ഒന്നിച്ചൊരൊറ്റ അടിക്ക് അത് വലിയ ബ്ലോക്കുകളായിട്ട് അങ്ങോട്ട് പൊട്ടി പൊട്ടി വിടർന്ന് നമ്മൾ വിചാരിക്കും പാറക്കല്ലാണെന്ന്, വലിയ ആണെന്ന് വിചാരിക്കും. അതല്ല, മഞ്ഞാണ്. ആ മഞ്ഞ് മല ഇടിഞ്ഞിട്ട് വരുന്നതാണ്. നമ്മൾ ഈ അവലാഞ്ചി നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് പലയിടത്തും കാണാൻ കിട്ടും. ഇപ്പോൾ കാശ്മീരിലോ ഒക്കെ അവലാഞ്ചി നമുക്ക് കാണാൻ കിട്ടും. അതൊന്ന് കാണാൻ പോകരുത്, വലിയ അപകടമാണ്. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് അവലാഞ്ചൊന്നും അല്ല ഉണ്ടായേക്കുന്നത്. അവലാഞ്ച് പോലെ ആയിരക്കണക്കിന് അവലാഞ്ച് ഒന്ന് ഉണ്ടായാൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. പാലങ്ങൾ ഒലിച്ചു പോവുകയാണ്. മൊത്തം പാലങ്ങൾ, കെട്ടിടങ്ങൾ, തകർന്ന കെട്ടിടങ്ങൾ ഒലിച്ചു പോകുന്നു. വാഹനങ്ങൾ ഒന്നായി ഒലിച്ചു പോകുന്നു. ഇതൊക്കെ ജനങ്ങളാണ്. ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങളുണ്ട്, അതുപോലെ കെട്ടിടങ്ങളിൽ ജനങ്ങളുണ്ട്. ഇവരൊക്കെ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ഒന്നുമില്ല. കെട്ടിടമൊന്നും വെക്കേറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്തെല്ലാം നിറച്ച് ആളുകളുള്ള വലിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു 6-7 നിലയൊക്കെ ഉള്ള കെട്ടിടങ്ങളാണ് ഈ പോയേക്കുന്നത് പലതും. അപ്പോൾ അത് നമ്മളൊന്ന് കാണണം. ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഈ ഡാമൊക്കെ തകർന്നാലും അതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ഒലിച്ചു വന്നാലും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇവിടെ മഞ്ഞുമല ഒലിക്കുന്ന പ്രശ്നമില്ല, കാരണം ഇവിടെ മഞ്ഞില്ല. ഏതായാലും നമുക്ക് ഇതെല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.